വോയിസ് ഓഫ് മുജീബിലേക്ക് അവർക്കും സ്വാഗതം. പരാജയമറിയാതെ പടയോട്ടം നടത്തുന്ന പഞ്ചാബിന് ആര് പിടിച്ചു കെട്ടുമെന്ന ചോദ്യത്തിന് ഉത്തരമായിരിക്കുന്നു രാജസ്ഥാൻ റോയൽസ്. 6 വിക്കറ്റിൻ്റെ രാജകീയ വിജയവുമായി പഞ്ചാബിന് പരാജയത്തിൻ്റെ നോവറിയിച്ചിരിക്കുന്നു ഇന്നത്തെ മത്സരത്തിൽ. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനയക്കപ്പെട്ട പഞ്ചാബ് നേടിയത് 222. ഇന്നെല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് 2 യുവതാരങ്ങളിലേക്ക് തന്നെയായിരുന്നു. പഞ്ചാബിന് വേണ്ടി ഓപ്പൺ ചെയ്യുന്ന പ്രിയാൻഷ് ആര്യയിലേക്കും രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ഓപ്പൺ ചെയ്യുന്ന വൈഭവ് സൂര്യവംശിയിലേക്കും. എന്നാൽ ആ 2 താരങ്ങളും ആരാധകരെ നിരാശരാക്കിയിട്ടില്ല. 11 പന്തിൽ 29 റൺസുമായി പവർ പ്ലേയിൽ നല്ലൊരു തുടക്കം നൽകുന്നു പ്രിയാൻഷ് ആര്യ. 16 പന്തിൽ 48 റൺസുമായി പവർ പ്ലേയിൽ രാജസ്ഥാൻ റോയൽസിന് അതിഗംഭീര തുടക്കം സൂര്യവംശിയും നൽകുന്നു. മാത്രമല്ല ഈ സീസണിൽ ആദ്യമായി 400 റൺസ് പൂർത്തിയാക്കുന്ന താരം കൂടിയായി മാറുന്നു വൈഭവ് സൂര്യവംശി. തഴക്കവും വഴക്കവും ഒത്തിണങ്ങിയ കിങ് കോഹ്ലിയെ പോലത്തെ സൂപ്പർ താരങ്ങൾ അണിനിരക്കുന്ന ടൂർണമെൻറ്റിൽ ഒരു 15കാരൻ വീണ്ടും റൺ വേട്ടക്കാരിൽ മുന്നിലെത്തുന്നു. 9 മത്സരങ്ങളിൽ നിന്ന് 400. ഏറ്റവും കൂടുതൽ 6 നേടിയ താരങ്ങളിലും വൈഭവ് സൂര്യവംശിയുടെ പേര് തന്നെയാണ്. 37 സിക്സുകളാണ് ആ 15കാരൻ 9 മാച്ചുകളിൽ നിന്ന് നേടിയെടുത്തത്. പഞ്ചാബിന് വേണ്ടി 44 പന്തിൽ 59 റൺസ് എടുത്ത പ്രഭ് സിമ്രാൻ സിംഗും ഓപ്പണിങ്ങിൽ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. എന്നാൽ ഇന്ന് പഞ്ചാബ് ക്യാപ്റ്റൻ ശ്രേയാസ് അയ്യർ ബാറ്റിങ്ങിൽ വളരെ പതുക്കെയായിരുന്നു. 27 പന്തിൽ 30 റൺസ് മാത്രമാണ് പഞ്ചാബ് ക്യാപ്റ്റന് നേടാൻ കഴിഞ്ഞത്. ഒരു ഘട്ടത്തിൽ 200 കടക്കില്ലെന്ന് തോന്നിച്ച സ്കോർ പിന്നീട് 222 എത്തിക്കുന്നത് 22 പന്തിൽ 66 റൺസ് നേടിയ സ്റ്റോയിനിസിന്റെ ഒരു മികവാർന്ന പ്രകടനമായിരുന്നു. അവസാന ഓവറിൽ നിന്ന് മാത്രം നേടിയത് 24 റൺസ് ആയിരുന്നു. 2 സിക്സുകളും 3 ഫോറുകളും. 6 സിക്സും 4 ഫോറും അടങ്ങുന്നതായിരുന്നു ആ അത്യുജ്വല ഇന്നിങ്സ്. അവസാന ഓവറിന്റെ ആ ഒരു ആക്രമണ ബാറ്റിങ്ങിലൂടെ പഞ്ചാബ് പിടിമുറുക്കിയെന്ന് തോന്നിച്ചതാണ്. പക്ഷേ 200-നും മുകളിലുള്ള സ്കോർ ചേസിംഗ് ഹോബിയാക്കി മാറ്റിയ പഞ്ചാബിനെ അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്നു ഇന്ന് രാജസ്ഥാൻ റോയൽസ്. വൈഭവ് സൂര്യവംശി പുറത്തായതിനു ശേഷം ജയ്സ്വാൾ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. 7 ഫോറും 1 സിക്സും അടക്കം 27 പന്തിൽ 51 റൺസ് എടുത്താണ് ജയ്സ്വാൾ പുറത്തായത്. ക്യാപ്റ്റൻ പരാഗ് 16 പന്തിൽ 29 റൺസ് എടുക്കുന്നു. 4-ന് 151 എന്നിടത്തു നിന്ന് ഫെരേരയുടെയും ശുഭം ദുബെയുടെയും 78 റൺസിന്റെ അപരാജിത കൂട്ടുകെട്ടാണ് രാജസ്ഥാൻ റോയൽസിന് 6 വിക്കറ്റിന്റെ അനായാസ വിജയം നൽകിയത്. ശുഭം ദുബെ 12 പന്തുകൾ നേരിട്ട് 31 റൺസാണ് നേടിയെടുത്തത്. ഫെരേര 26 പന്തുകളിൽ 52 റൺസ്. ജയിക്കാൻ 1 റൺസ് ആവശ്യമുള്ളപ്പോൾ അത് 6ലേക്ക് തൂക്കിക്കൊണ്ടാണ് ഫെരേര ഇന്ന് 50 പൂർത്തിയാക്കുന്നത്. 4 പന്തുകൾ ബാക്കി നിർത്തിക്കൊണ്ട് വിജയത്തോടെ 12 പോയിന്റിലേക്ക് എത്തുന്നു രാജസ്ഥാൻ റോയൽസ്. പഞ്ചാബ് ഇന്ന് മത്സരത്തിൽ പരാജയപ്പെട്ടെങ്കിലും 8 മത്സരങ്ങളിൽ നിന്ന് 13 പോയിന്റോടെ 1-ാം സ്ഥാനത്ത് പഞ്ചാബ് തന്നെയാണ്. 2-ാം സ്ഥാനത്ത് RCB ആണ്. 3-ാം സ്ഥാനത്ത് രാജസ്ഥാൻ റോയൽസ്. 4-ാം സ്ഥാനത്ത് 10 പോയിന്റോടെ സൺറൈസേഴ്സ് ഹൈദരാബാദും. ഇന്നത്തെ മത്സരത്തിൽ എന്തുകൊണ്ട് പഞ്ചാബ് പരാജയപ്പെട്ടു എന്ന് ചോദിച്ചാൽ അതിന് വളരെ ലളിതമായി പറയാവുന്ന ഉത്തരം ഹർഷദീപ് സിംഗിന്റെ മോശം ബൗളിംഗ് എന്ന് തന്നെയാണ്. ഉത്തരവാദിത്തപ്പെട്ട ഒരു ബൗളർ ഇന്ന് 4 ഓവറിൽ വഴങ്ങിയത് 68 റൺസാണ്. 1 വിക്കറ്റ് മാത്രമാണ് നേടിയെടുക്കാൻ കഴിഞ്ഞത്. ആ ഒരു വിക്കറ്റ് നിർണായക വിക്കറ്റ് തന്നെയായിരുന്നു. സൂര്യവംശിയുടെ വിക്കറ്റാണ് നേടിയെടുത്തത്. പക്ഷേ ഡെത്ത് ഓവറുകളിൽ എറിയേണ്ട ഒരു ബൗളർ 4 ഓവറിൽ 68 റൺസ് വിട്ടുകൊടുക്കുക എന്ന് പറയുമ്പോൾ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ലീഡർ തന്നെ പിഴ വരുത്തുമ്പോൾ ആ ഒരു ടീം പിന്നെങ്ങനെ ജയിക്കും? എന്നാൽ ഇന്ന് ഇമ്പാക്ട് പ്ലെയറായ ഹർപ്രീത് ബ്രാർ 4 ഓവറിൽ വിട്ടുകൊടുത്തത് വെറും 25 റൺസ് മാത്രമായിരുന്നു. ചാഹലും ഇന്ന് മികച്ച ബൗളിംഗ് പ്രകടനമാണ് പഞ്ചാബിന് വേണ്ടി കാഴ്ചവെച്ചത്. 35 റൺസ് മാത്രമാണ് 4 ഓവറിൽ വിട്ടുകൊടുത്തത്. 3 വിക്കറ്റുകളും നേടിയെടുത്തു. മറ്റാർക്കും തന്നെ മികവ് പുലർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ പഞ്ചാബിൻ്റെ പരാജയത്തിൻ്റെ കാരണം. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.